അവനവന് സന്തോഷം വേണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണം. അതേപോലെ തന്നെയാണ് അവനവന് ആരോഗ്യം വേണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണം. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വിചാരത്തിലാണ് കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ മുമ്പ് നാട്ടിലുള്ളപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ജിമ്മിൽ പോയതായിരുന്നു കേട്ടോ. പക്ഷേ ഒരു പനി വന്നു, അങ്ങനെ വീട്ടിലിരുന്നു, പിന്നെ മടി പിടിച്ചു. പിന്നെ ഞാൻ ആ ജിമ്മിൻ്റെ പടി ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പിന്നെയും പോവായിരുന്നു, പോകണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചതുമാണ്. പക്ഷേ ആ സമയത്ത് പല ന്യായീകരണങ്ങളായിരിക്കും, പോവാനുള്ള മടി, അത് തന്നെ, വേറെ ഒന്നല്ല. പക്ഷേ ഞാനിവിടെ എൻ്റെ കെട്ടിയോൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അങ്ങ് മാറിപ്പോയി. പോരാത്തതിന് എൻ്റെ കെട്ടിയോനൊരു ജിം ട്രെയിനർ. അത് മാത്രമല്ല, എന്നെ നന്നായിട്ട് അങ്ങ് ഡീമോട്ടിവേറ്റ് ചെയ്യും. സാധാരണ ട്രെയിനേഴ്സൊക്കെ എങ്ങനെയാ, നിന്നെക്കൊണ്ട് പറ്റും, നീ അങ്ങ് ചെയ്യ്, അത് ഇതെന്നൊക്കെയല്ലേ. ഇവിടെ അങ്ങനെയല്ല. നിന്നെ എന്തിനെ കൊള്ളാം, നിനക്ക് ഒരു കഴിവില്ല, നിന്നെക്കൊണ്ട് അത് പറ്റില്ല, എങ്ങനെയൊക്കെ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ അതേപോലെയൊക്കെ ഡിമോട്ടിവേറ്റ് ചെയ്യും. ചാച്ചൻ്റെ ക്ലയൻസിനോട് ചോദിച്ചറിയാം. പക്ഷേ അവരതിലൂടെയാണ് മോട്ടിവേറ്റ് ആവുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. ഈ മനുഷ്യൻ്റെ വായിൽ നിന്ന് ഇങ്ങനത്തെ ഡിമോട്ടിവേഷൻ തോട്ട്സൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും മോട്ടിവേറ്റഡ് ആയിപ്പോവും. ആഹാ, എന്നാൽ പിന്നെ കാണിച്ചു തന്നിട്ട് തന്നെ കാര്യമുള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും, ചെയ്തു പോവും. അതേപോലെയാണ് ആള് നമ്മളെ തളർത്തിക്കളയുക. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മൈൻഡ് ഹാപ്പി ആയിരിക്കണം, നമുക്ക് ചുറ്റിനും സമാധാനം വേണം. അങ്ങനത്തെ ഒക്കെ ഒരു സന്ദർഭമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളത്, അതായത് നമുക്ക് സന്തോഷം സമാധാനം തരുന്നത് മാത്രം നമ്മളിങ്ങനെ സ്വീകരിക്കുക, നമ്മൾ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക. സന്തോഷം സമാധാനം കളയുന്ന കാര്യങ്ങളെ അങ്ങ് വലിച്ചെറിയുക, അതിനെപ്പറ്റി ചിന്തിക്കാനേ പാടില്ല. ചിന്തിച്ചാൽ തീർന്ന്, അനുഭവം കൊണ്ട് പറയുക. നമുക്കായിട്ട് കുറച്ച് സമയമൊക്കെ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ വയസ്സാം കാലത്ത് അയ്യോ ഞാൻ അന്ന് അത്രയും സമയം വെറുതെ കളഞ്ഞല്ലോ, എനിക്ക് അന്ന് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ആയ കാലത്ത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ അങ്ങ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ, ആവാത്ത കാലത്ത് നമുക്ക് ഞാൻ ആ സമയത്ത് ഇതൊക്കെ ചെയ്തല്ലോ, എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തല്ലോ എന്ന് ആലോചിച്ച് നമുക്ക് സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ ജിം മോട്ടിവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ സലൂണിലേക്കാണ് ട്ടോ പോയത്. ജസ്റ്റ് ഒന്ന് ഐബ്രോസ് എടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നു. ഐബ്രോസ് എടുത്തു, പക്ഷെ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത് എൻ്റെ ഐബ്രോസ് ഞാൻ ആ കൊറോണ കാലത്ത് കൊളാക്കി വെച്ചിട്ട് ഇപ്പം ശരിയായി വരണേ ഉണ്ടായുള്ളൂ. ഇപ്പം ദേ വീണ്ടും കൊളാക്കി അവർ തന്നിട്ടുണ്ട്. സാരമില്ല, ഇനി ഒന്നും കൂടി നന്നായിട്ട് വളർത്തിയിട്ട് ഇനി വേറെ എവിടെയെങ്കിലും പോയി ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.